നമസ്തേ. ശ്രീഭദ്ര വാസ്തു ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നക്ഷത്രങ്ങളിൽ എട്ടാമത് വരുന്നതും കർക്കിടകം രാശിയിൽ നിലകൊള്ളുന്നതുമായ പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ദശാനാഥൻ ശനിയാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധികവും ഹൃദയ ചാഞ്ചല്യമുള്ളവരായിരിക്കും. ആ കാരണത്താൽ തന്നെ സ്ഥിരമായ ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ പലർക്കും കഴിയാതെ വരുന്നു. സ്വന്തം കഴിവിനെക്കുറിച്ച് ആലോചിക്കാതെ പല കാര്യത്തിലും ചെന്നുവിട്ട് കൂടെ പരാജയം ഏറ്റുവാങ്ങുന്നവരായിരിക്കും. കർമ്മകുശലതയും വാചാലതയും ഇവരിൽ സാധാരണയായി കണ്ടുവരുന്നുണ്ട്. അക്കാരണത്താൽ തന്നെ ഇക്കൂട്ടർ പരാജയത്തിൽ നിരാശപ്പെടാറില്ല. ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി സുഖകരമല്ലാത്ത അനുഭവങ്ങളോ കഷ്ടനഷ്ടങ്ങളോ ഇവർ സഹിക്കുന്നവരായിരിക്കും. പൂയം നക്ഷത്രക്കാരുടെ ബാല്യകാലം പൊതുവെ കഷ്ടതകളോടു കൂടിയുള്ളതായിരിക്കും. വിദ്യാഭ്യാസം തീരെ കുറഞ്ഞവരാണെങ്കിൽ പോലും വിദ്യാഭ്യാസമുള്ളവരേക്കാൾ വിജ്ഞാനവും ബുദ്ധികൂർമ്മതയും ഉള്ളവരായി ഇവരിലധികവും കാണാൻ കഴിയും. ഇവർ ഏത് പ്രവൃത്തി ചെയ്താലും സ്വന്തം താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും. മറ്റുള്ളവരോട് സ്നേഹഭാവത്തിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുവാൻ ഇവർക്ക് നല്ല കഴിവുണ്ടാകും. ഇതെല്ലാം സ്വന്തം കാര്യത്തിനും താല്പര്യത്തിനും പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കും. അതിനാൽ നന്ദി കെട്ടവനെന്നും ആത്മാർത്ഥതയില്ലാത്തവനെന്നും അപവാദം കേൾക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യണമെന്നുള്ള ചിന്തയുള്ളവരല്ല ഈ കൂട്ടർ. ദയാശീലവും സൗഹൃദത്വവും ഇവർക്കുള്ള ഗുണങ്ങളാണ്. ഏർപ്പെടുന്ന ഏത് കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിവുണ്ട്. ഇവരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് തന്നെ ഇവയൊന്നും തന്നെ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അഭിവൃദ്ധിക്ക് വേണ്ടി എന്തെല്ലാം പ്രവൃത്തി പദ്ധതികൾ ആവിഷ്കരിച്ചാലും അത് വിജയത്തിലെത്തിക്കുവാൻ പ്രയാസകരമായിരിക്കും. ഇവർ ഒരുപാട് മാറ്റങ്ങൾക്ക് ജീവിതത്തിൽ മല്ലിടേണ്ടി വരും. 32 വയസ്സിനുമേൽ സ്വതന്ത്രവും സ്വസ്ഥവുമായ ഒരു ജീവിതം പ്രതീക്ഷിക്കാം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരിൽ മിക്കവാറും ജനിച്ച കുടുംബവും സാഹചര്യങ്ങളും അകന്നു ജീവിക്കുന്നവരായി കാണാൻ കഴിയും. ഇവരിലധികവും സഞ്ചാരത്തിൽ താല്പര്യമുള്ളവരായിരിക്കും. പിതാവിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഇവർക്ക് കുറവായിരിക്കും. കുടുംബജീവിതം ഇവർക്ക് അത്ര സുഖകരമായിരിക്കുകയില്ല. നല്ല കൂട്ടുകെട്ടുകളിൽ കഴിയാനും വേണ്ടാത്ത ഏർപ്പാടുകളിൽ ചെന്നുപെടാതിരിക്കാനും ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ആരോഗ്യസ്ഥിരതയും വാചാലതയും നീതിബോധവും ഇവർക്ക് കൂടുതലായിരിക്കും. അതോടൊപ്പം മിതമായ സ്വഭാവവും ഇവരിൽ കാണാൻ കഴിയും. വസ്ത്രാലങ്കാരത്തിൽ ചില പ്രത്യേകതകൾ ഇവരിൽ കാണാൻ കഴിയും. പല വിധത്തിലുള്ള ശരീരഘടനയുള്ള ഇവരിൽ ചിലരുടെ കൈകാലുകൾ മെലിഞ്ഞതായിരിക്കും. ഇവർ മാതൃഭക്തരായിരിക്കും. മാതാവിൻ്റെ ഉപദേശങ്ങളെ ബഹുമാനിക്കുന്നവരുമായിരിക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വൈരത ഇല്ലാതാകുന്ന പല അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാകും. സാധു സ്വഭാവക്കാരായ ഇവർക്ക് സ്വസ്ഥമായ ഒരു കുടുംബജീവിതം കിട്ടാൻ പ്രയാസമായിരിക്കും. ഭർത്താവിൽ നിന്നും ദുരനുഭവങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും.
കുടുംബകലഹം, ഭർതൃവിയോഗം ഇവയൊക്കെ അനുഭവിക്കേണ്ടതായി വരും. ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രം വിവാഹമൊഴിച്ചുള്ള മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമായി സ്വീകരിക്കുന്നുണ്ട്. മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം എന്നീ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടും ചേർന്നതല്ല. പൂയം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനിയാണ്. ജനനം ശനിദശയിലാണ്. തുടർന്ന് ബുധദശ, കേതുദശ, ശുക്രദശ, ആദിത്യദശ, ചന്ദ്രദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ. പൂയം നക്ഷത്രത്തിൻ്റെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹനിലയനുസരിച്ച് മാറ്റം വരാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.